ഹായ് കൂട്ടുകാരെ, ജോബീസ് വേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുറകിൽ കുറച്ച് ബാഗൊക്കെ ഇരിക്കുന്നുണ്ടോ. ഞങ്ങളിവിടുന്ന് ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ബാഗാണ്. ആ ബാഗില്ല, ബാക്കി ഇത് എൻ്റെയാണ്. പിന്നെ ഇപ്പുറത്തൊരു ബാഗ് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വൈഫിന് അയക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു തുണി വെച്ച് കവർ ചെയ്തേക്കുന്നുണ്ടോ, കാരണം ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് പോകാതിരിക്കാൻ വേണ്ടി. അത് ഞാൻ നെക്സ്റ്റ് വീക്കാണ് അയക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റൂം കിട്ടിയത് മാറാൻ പോകുന്നത്. അതുകൊണ്ട് അയക്കാൻ സാധിച്ചില്ല. കേടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വൈറ്റ് തുണിയിട്ട് കെട്ടിവെച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി നാളത്തെ ശ്രമഫലമായിട്ടാണ് ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് കിട്ടിയത്. കാരണം ഇവിടെ മാറാൻ വേണ്ടി ഇവർ ഒത്തിരിയായി ശ്രമിക്കുന്നത്. ഏകദേശം ഒരു 5-6 മാസത്തോളമായി ഇവരിങ്ങനെ റൂമിന് വേണ്ടി തിരഞ്ഞെടുക്കുമായിരുന്നു. ഇപ്പോഴാണ് കിട്ടിയത്. പെട്ടെന്നായിരുന്നു കിട്ടിയത്. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ പോയി കണ്ട് അതൊരു ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഈ അപ്പാർട്ട്മെൻറ്റ് ചെറുതാണ്, പിന്നെ വളരെ വെന്റിലേഷൻ കുറവാണ്, പിന്നെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാൻ. അവൻ്റെ എംപ്ലോയർക്ക് നടക്കാൻ അത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടും സ്റ്റെപ്പില്ലാത്തൊരു നല്ലൊരു ഗ്രൗണ്ട് ഫ്ലോർ തന്നെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇവർ തിരഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോഴാണ് കിട്ടിയത്. സാധാരണ ഗതിയിൽ മിക്ക അപ്പാർട്ട്മെൻറ്റിലും ലിഫ്റ്റൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെയുള്ള ഇതിലൊന്നും ലിഫ്റ്റൊന്നുമില്ല. എല്ലാത്തിനും സ്റ്റെപ്പ് വരെയാണ് പോകുന്നത്. കാരണം ഈ ഭാഗത്തൊക്കെ കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള ജൂതന്മാരാണ് താമസിക്കുന്നത്. അവർ കൂടുതൽ ഇവിടെ ലിഫ്റ്റ് ഉപയോഗിക്കുന്നില്ല. ചില സ്ഥലങ്ങളിലുണ്ട്, പഴയ ബിൽഡിങ്ങിലൊന്നും ഇല്ല. ഏകദേശമൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ പാക്ക് ചെയ്ത് വെച്ച് കുറച്ചൊക്കെ ഒരുമാതിരി ഡ്രസ്സും പാത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. വലിയ സാധനങ്ങളും പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച കബോർഡുകളൊക്കെ ഇവർ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വന്ന് വിടുന്നത് എടുത്തുകൊണ്ട് പോയി പുതിയ വീട്ടിൽ കൊണ്ടുപോയി അവർ ഇറക്കി വയ്ക്കും. നമ്മളത് ഇറക്കി ബാക്കി സെറ്റ് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഇറക്കി വയ്ക്കുകയുള്ളൂ. ഷിഫ്റ്റിംഗ് മാത്രമാണ് അവർ ചെയ്യുള്ളൂ. ഏകദേശം ഒരു 10-30 കാർഡ്ബോർഡ് പെട്ടി ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. പിന്നെ എൻ്റെ കുറച്ച് ബാഗും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. എന്തായാലും അവരൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് മൊത്തം അവർ വണ്ടി കയറ്റി അവിടെ കൊണ്ട് ഇറക്കി. ഷിഫ്റ്റിംഗ് എളുപ്പമായിരുന്നു, പക്ഷേ പാക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. പിന്നെ പുള്ളിയുടെ പെയിൻറ്റിങ് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ എംപ്ലോയർ വരച്ച പെയിൻറ്റിങ്ങാണ്. അതൊക്കെ പുള്ളി നല്ലൊരു ചിത്രകാരക്കാരനാണ്. നന്നായിട്ട് വരയ്ക്കും. എല്ലാ ദിവസവും തന്നെ പുള്ളി ഇരുന്ന് വരയ്ക്കോട്ടെ. ഓരോരോ പിക്ചറായിട്ട് ഒത്തിരി ഉണ്ട്. ഇവിടെ ഒരുപാട് ചിത്രമുണ്ട് പുള്ളി വരച്ചത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. പുതിയ അപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. വളരെ മനോഹരമായൊരു അപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ വ്യൂവും എല്ലാം വളരെ സൂപ്പറാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതാണ് അടുത്ത് തന്നെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.